അമ്മ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കണേ സ്പെഷ്യലാ പഴങ്കഞ്ഞി അറിയോ അറിയോ അന്ന് നോക്കിക്കോട്ടാ പഴങ്കഞ്ഞിക്ക് നമ്മളുടെ ചോറ് ഓക്കെ അതുപോലെ നമ്മൾ നാടൻ തൈര് എടുത്തിട്ടുണ്ട് നമ്മുടെ പശുവും പാലിൽ ഉണ്ടാക്കിയ തൈര് എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ഒഴിച്ചു ഓക്കെ ഇതിലേക്ക് എന്താണെന്നറിയുക നമ്മള് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിടണം ഓക്കെ ഇതൊക്കെ കഴിച്ചാലില്ലേ രാവിലെ നേരത്തെ തലേന്ന് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി ഏർലി മോർണിംഗ് രാവിലെ എണീറ്റതും ബ്രേക്ക്ഫാസ്റ്റിന്റെ പകരം ടിഫിൻ മറ്റേ നമ്മളെ ദോശ ഇഡ്ഡലി അതിന്റെ പകരം നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കും ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ ഇത് തലേ ദിവസം നമ്മളിത് കുറച്ച് ചോറിട്ട് തൈരിട്ട് സവോളൊക്കെ ഇട്ട് ശരിക്കും കാന്താരി മുളക് അറിയോ കുഞ്ഞുന് കാന്താരി മുളക് അറിയോ കുഞ്ഞു കുഞ്ഞു ആ മുളക് നമ്മളിതുപോലെ നടുവേ കീറിയിട്ട് ഇട്ടിട്ട് നമ്മൾ കുഴച്ച് വെക്കണം അതൊക്കെ ശരിക്കും ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലേ നമ്മൾ മൺചട്ടിയിലാണ് ശരിക്കും ചെയ്യാം അപ്പൊ നമ്മൾക്ക് അതുപോലുള്ളൊരു മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കാം ഓക്കെ ഓക്കെ ഇങ്ങോട്ട് ടേസ്റ്റ് നോക്കിട്ട് പറയണം കേട്ടാ എങ്ങനെയുണ്ട് എന്നുള്ളത് നാളെ നേരം വെളുത്തിട്ട് ഓക്കെ ഓക്കെ നമ്മള് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ടു ഇനി അടുത്തത് കാന്താരി മുളക് നമുക്കില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ പച്ചമുളക് സാധാ പച്ചമുളക് നമ്മൾക്ക് ഇങ്ങനെ നടുവ് ഇങ്ങനെ കീറിയിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്യാം അപ്പൊ അമ്മ 2 പച്ചമുളക് അരിഞ്ഞിടാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഇതിന്റെ എനർജി ഒന്നും വേറെ ഏത് ഫുഡിലും കിട്ടൂല കിങ്ങ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടോ ഓർമ്മയുണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ കൊടുത്തിട്ടില്ലേ കുഞ്ഞിനും തന്നിട്ടുണ്ട് ചേച്ചിക്ക് തന്നിട്ടുണ്ട് ഇനി ഇതിലെന്താന്നറിയോ ഇപ്പൊ ഇതെല്ലാം ഇട്ടു തൈര് ഒഴിച്ചു ചോറില് തൈര് ഒഴിച്ചു ചെറുള്ളി അരിഞ്ഞിട്ടു പച്ചമുളക് അരിഞ്ഞിട്ടു ഓക്കെ ഇനി ഇതിൽ നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടു ഇനി അടുത്ത് എന്തായിരിക്കും മിക്സിയാ അപ്പൊ ഇതിനടുത്ത് എന്തായിരിക്കും വെള്ളം അപ്പൊ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം പച്ചവെള്ളം ഒഴിക്കുമ്പോ നമ്മൾക്ക് ചോറ് മുങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ പച്ചവെള്ളം ഒഴിക്കാൻ ഓക്കെ വേണം എന്നാലാണ് നേരം വെളുത്തിട്ട് നമ്മൾ ആ കുഴച്ച് കഴിച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോ ആ ഒരു ഫീൽ കിട്ടുള്ളൂ നേരം വെളുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല ഇത് ശരിക്കും കൈയും കൊണ്ട് കുഴക്കണം അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പൊ കൈയും കൊണ്ട് കുഴക്കണ്ട നമുക്ക് കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി വിടാം കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി വിടാം അപ്പൊ നേരം വെളുക്കുമ്പോ ഈ നമ്മളുടെ പച്ചമുളകിന്റെ എരിവും ചെറിയ ഉള്ളിന്റെ നീരും അതുപോലെ നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യ എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരിക്കുള്ളൂ ഓക്കെ തൈരിന്റെ പുളിപ്പും എല്ലാം കൂടെ ചോറിൽ മിക്സ് ആവും നേരം വെളുക്കുമ്പോഴത്തേനും നമുക്ക് വെള്ളം പോരാ ഒരു പൊടിക്ക് കൂടെ ഒഴിക്കണം കേട്ടാ ഇനി നേരം വെളുത്തിട്ട് ഇത് എങ്ങനെ കഴിക്കണം എന്നറിയോ നന്നായി കുഴച്ച് കഴിക്കണം ഇതിന്റെ ഉപ്പ് എങ്ങനെയുണ്ട് നോക്കട്ടെ കുറച്ച് ഉപ്പിടാം പഴങ്കഞ്ഞി എങ്ങനെയാണെന്നുള്ളത് കാണണ്ടേ നേരം വെളുക്കുമ്പോ ഇങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ പഴങ്കഞ്ഞി ഇനി ഇത് നേരം വെളുക്കുമ്പോ ഇതിന്റെ ഉള്ളിന്റെ നീരും മുളകിന്റെ എരിവും അതുപോലെ തന്നെ തൈരിന്റെ പുളിപ്പൊക്കെ കൂടി ആവുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നന്നായി കുഴച്ച് കഴിക്കണം ഓക്കെ അപ്പൊ കിങ് നാളിന്റെ അഭിപ്രായം പറയോ അപ്പൊ ഇത് നാളെ ആരൊക്കെ കഴിക്കും ശ്രീകുട്ടൻ അച്ഛൻ
പ്രേക്ഷകൻ ഞാൻ മുത്തിനും കൊടുക്കാം. ഓക്കെ, അപ്പൊ പഴങ്കഞ്ഞി ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പൊ ഇതിന്റെ കൂടെ ശരിക്കും എന്തൊക്കെയാ പ്രതീക്ഷ നമുക്ക് ടേസ്റ്റിൽ വരിക? മീൻ കറി, തലേ ദിവസം വെച്ച മീൻ കറി, അതുപോലെ എന്തെങ്കിലും പരിപ്പ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അതുപോലെ തോരൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതല്ലേ ഇതിന്റെ ടേസ്റ്റ്. പപ്പടം, ഉണക്കമീന്, അച്ചാറ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കണം. പക്ഷെ നാളെ നേരം വെളുക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. പപ്പടം കാച്ചി തരാം. ഓക്കെ, പപ്പടം കാച്ചി തന്ന് ഞങ്ങൾക്ക് മീൻ വറുക്കാം തൽക്കാലം. പക്ഷേ നമ്മൾ ശരിക്കും പഴങ്കഞ്ഞി കഴിക്കുന്ന ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് വെച്ച മീൻ കറി നമ്മൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യാം. ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ തലേ ദിവസം ഒരു മീൻ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ മീൻ കറി ചാറ് ഒഴിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഉപ്പേരികൾ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടി ഇടുന്നു. മീൻ എന്തെങ്കിലും വറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മറ്റൊരു കയ്യിൽ നമ്മളത് പിടിക്കുന്നു. ഓക്കെ, പിന്നെ അതിൽ വേറെ എന്തെങ്കിലും ഇപ്പം ചാറ് കറി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ചിട്ട് കഴിക്കാം. അതാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നതിൻ്റെ ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഇപ്പം ഇങ്ങനെ കഴിച്ചാലും ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ നേരം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് നേരം വെളുത്തിട്ട് കഴിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഫുൾ എനർജിയോടുകൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ശരിയാണ്. ഉച്ചത്തേക്ക് ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നേരം വെളുക്കുമ്പോൾ പപ്പടം ഇത് ഓക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് പഴങ്കഞ്ഞി കഴിച്ച് നോക്കാം. അതുവരേക്കും എന്നെ ലവ് യു ആൾ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ലവ് യു ആൾ.